ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സദ്യ സ്പെഷ്യൽ എരിശ്ശേരി ആട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം, നല്ല ടേസ്റ്റുമാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതാണ് ഞാൻ ഒരു പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൻപയർ എടുത്തിട്ടുണ്ട്. വൻപയർ വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചേക്കുന്ന വൻപയർ ആട്ടോ. തലേദിവസം വൈകുന്നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ കറി വയ്ക്കാൻ വേണ്ടി എടുക്കുന്നത്. അത് നല്ലതുപോലെ കഴുകിയ ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1/2 സ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ എൻ്റെ മത്തങ്ങ തൊലിയെല്ലാം ചെത്തിയ ശേഷം ഇതുപോലെ കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കശ്മീരി മുളക് പൊടി അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം ശകല ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം വേവാൻ വേണ്ടി വയ്ക്കാമേ. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഞാൻ വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് തിളയ്ക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് അരമുറി തേങ്ങയാണ്. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ എരിയുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ചുവന്നുള്ളി, ഒരല്ലി വെളുത്തുള്ളി. ഇത്രയും നമുക്ക് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുന്ന പോലെ അരഞ്ഞു പോവരുത്. അതുകൊണ്ട് തരിതരിപ്പായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പകുതി വേവിച്ച് വെച്ചേക്കുന്ന വൻപയർ ഇട്ട് കൊടുക്കാം. വെൻപയർ ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ വീണ്ടും ഇളക്കാം. വീണ്ടും ഇളക്കിയ ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാമേ. അപ്പോൾ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകണ്ടേ. ഇതിപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഞാൻ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പം അതിന് ശേഷം ഇടയ്ക്കൊന്ന് നല്ലതുപോലെ ഒന്ന് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കും. കഷ്ണം ഉടച്ചു കൊടുക്കുന്നുണ്ട്. പയർ ഒരുപാട് ഉടയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ഉടച്ചു കൊടുത്ത ശേഷം നമ്മൾ തരിതരിപ്പായിട്ട് അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുത്ത ശേഷം ഒരു ശകലം വെള്ളം, ഒരു 2 സ്പൂൺ വെള്ളം അതിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് നീട്ടിയെടുക്കണ്ട കേട്ടോ. ഇത് അത്യാവശ്യം കുറുകിയിരിക്കുന്ന ഒരു എരിശ്ശേരിയാണ്. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് ചൂടാക്കിയെടുക്കണം. നല്ലതുപോലെ ചൂടാവണം, വെട്ടി തിളയ്ക്കരുത്, എന്നാൽ തള വരികയും വേണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ശകലം ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിക്കുമ്പം ഒരുപാട് വെള്ളം ലൂസായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച കൊടുത്ത ശേഷം നല്ലതുപോലെ ആവി കയറട്ടെ. ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. തള വന്ന് തുടങ്ങിയ ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാമേ. നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ വീണ്ടും ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വീണ്ടും ഉപ്പിട്ട ശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കി വയ്ക്കാം. ഇളക്കി കൊടുത്ത ശേഷം 1/4 ടീസ്പൂണിലും താഴെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി തീർച്ചയായിട്ടും ചേർക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കടുക് വറുത്തിടാം. അപ്പം ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു. ഫ്രൈ പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് 2-3 ഉണക്കമുളകും കരിയാപ്പിലയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുവന്നുള്ളി ചേർക്കുന്നില്ല കേട്ടോ. ഉണക്കമുളകും കരിയാപ്പിലയും കൂടെ ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങയുണ്ട് കേട്ടോ. ചെറുതായിട്ട് തിരുമിയെടുത്ത തേങ്ങ അതും കൂടി ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ നല്ല ഉണക്കമുളകും കരിയാപ്പിലയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ വറുത്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത്രയും തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 5 ടേബിൾ സ്പൂൺ കാണും കേട്ടോ. ഇതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ നല്ലതുപോലെ മൂത്ത് വരണേ. മൂത്ത് വന്ന ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഇപ്പോൾ തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ എരിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഈ ഓണത്തിന് ഇതുപോലെ തയ്യാറാക്കി നോക്കണേ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ എരിശ്ശേരി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.